പ്രകൃതി സൗന്ദര്യത്താൽ അനുഗ്രഹീതമാണ് ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളം. തെളിഞ്ഞ നീലാകാശത്തിനു കീഴിൽ കിഴക്ക് സഹ്യപർവ്വത നിരകൾക്കും പടിഞ്ഞാറ് അറബിക്കടലിനും ഇടയിലെ പച്ചപ്പിന് 44 നദികളും അവയുടെ പോഷക നദികളും തണ്ണീർത്തടങ്ങളും കായലുകളും ജലസമൃദ്ധിയേകുന്നു. ഭൂമിശാസ്ത്രപരമായും പാരിസ്ഥിതികമായും ഏറെ പ്രത്യേകതയുള്ള കേരളത്തിന്റെ പരിസ്ഥിതി സംരക്ഷണം സവിശേഷ പ്രാധാന്യം അർഹിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനം മൂലം പ്രകൃതി ദുരന്തങ്ങളുടെ തീവ്രതയും വ്യാപ്തിയും ഏറിവരുന്ന ഈ കാലഘട്ടത്തിൽ വികസന പ്രവർത്തനങ്ങൾ പരിസ്ഥിതി സൗഹാർദ്ദപരമായി മാറേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കേരളത്തിന്റെ പരിസ്ഥിതി സംരക്ഷണം എന്ന സുപ്രധാന ഉത്തരവാദിത്വം നടപ്പിലാക്കുന്ന നിയമനിർവഹണ സ്ഥാപനമാണ് കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ്. വ്യവസായവൽക്കരണത്തിന്റെ അനിവാര്യമായ പരിണത ഫലമാണ് മലിനീകരണം. മലിനീകരണ നിയന്ത്രണത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനുമായുള്ള നിയമനിർമ്മാണത്തെപ്പറ്റി ലോകരാഷ്ട്രങ്ങൾ ഗൗരവമായി ചിന്തിച്ചു തുടങ്ങിയത് വെറും അരനൂറ്റാണ്ട് മുൻപ് മാത്രമാണ്. സ്റ്റോക്ക്ഹോമിൽ 1972 ജൂൺ 5 ആരംഭിച്ച ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി സംബന്ധിച്ച കോൺഫറൻസിൽ ആണ് പരിസ്ഥിതി സംരക്ഷണത്തിന് നിയമനിർമ്മാണം നടത്തുവാൻ തീരുമാനമെടുത്തത്. There were many who felt that coming to Stockholm would draw world attention to their own problems. Some of these international forums and conferences. But what alternative is there? There is no alternative. We simply must sit together, and however many times there is failure, we must try that next time there is a better success. ഇതേ തുടർന്ന് ഇന്ത്യൻ പാർലമെന്റ് 1974 ജലമലിനീകരണ നിവാരണവും നിയന്ത്രണവും നിയമം പാസാക്കുകയുണ്ടായി. ഇതിനനുബന്ധമായി സംസ്ഥാനത്തിന്റെ അസംബ്ലിയിൽ പ്രമേയം പാസാക്കിയ രാജ്യത്തെ ആദ്യ 12 സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമാണ്. അങ്ങനെ 1974 സെപ്റ്റംബർ 12 കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് രൂപീകൃതമായി. ജലനിയമം കൂടാതെ 1981 വായുമലിനീകരണ നിവാരണവും നിയന്ത്രണവും നിയമം, 1986 പരിസ്ഥിതി സംരക്ഷണ നിയമം എന്നിവയും പരിസ്ഥിതി സംരക്ഷണ നിയമത്തിനു കീഴിലുള്ള 13 ചട്ടങ്ങളും സംസ്ഥാനത്ത് നടപ്പിലാക്കേണ്ടത് കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡാണ്. 1974 തിരുവനന്തപുരത്തെ കേന്ദ്ര ഓഫീസ് മാത്രമായാണ് കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് പ്രവർത്തനം ആരംഭിച്ചത്. ഇന്ന് ബോർഡിന് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഫീൽഡ് ഓഫീസുകൾ ഉണ്ട്. ജില്ലാ ഓഫീസുകളും മേഖലാ ഓഫീസുകളും കേന്ദ്ര ഓഫീസും അടങ്ങുന്ന ത്രിതല സംവിധാനത്തിലാണ് ബോർഡ് പ്രവർത്തിക്കുന്നത്. ബോർഡിൻ്റെ ജില്ലാ ഓഫീസുകളോടനുബന്ധമായി ജില്ലാ ലബോറട്ടറികളും എറണാകുളം മേഖലാ ഓഫീസിനോടനുബന്ധമായി NABL അക്രഡിറ്റേഷൻ ഉള്ള കേന്ദ്ര ലബോറട്ടറിയും ബോർഡിനുണ്ട്. കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് 1974 ജല നിയമം പാർലമെന്റ് പാസ്സാക്കിയതിന്റെ ബേസിസിലാണ് രൂപീകൃതമായിട്ടുള്ളത്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡാണ് പൊല്യൂഷൻ കൺട്രോൾ കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ്. വാട്ടർ ആക്ടിന്റെ സെക്ഷൻ 4 അനുസരിച്ചാണ് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് സ്ഥാപിതമായിട്ടുള്ളത്. വാട്ടർ ആക്ടിന്റെ തന്നെ 17(1)B അനുസരിച്ചുള്ള ടെക്നിക്കലായിട്ടുള്ള അഡ്വൈസുകളും പൊല്യൂഷൻ കൺട്രോൾ മെഷേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സജഷൻസും ഗവൺമെൻറ്റിൽ നിന്ന് കൊടുക്കുകയും അതുപോലെ തന്നെ മലിനീകരണ ഉണ്ടാകാൻ സാധ്യതയുള്ള എസ്റ്റാബ്ലിഷ്മെൻറ്റുകൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും ടെക്നിക്കൽ സപ്പോർട്ടുകളും കൊടുക്കുകയാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ മെയിനായിട്ടുള്ള ജോലി അല്ലെങ്കിൽ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ഇത് ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസി അല്ല. നമ്മൾ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സിനെ കൊണ്ട് നമ്മൾ ചെയ്യിച്ച് മലിനീകരണം കുറയ്ക്കുക എന്നുള്ള ഒരു
ഉദ്ദേശമാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ജോലി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് റെഗുലേറ്ററി ബോഡിയായിട്ടാണ് പ്രവർത്തിച്ചു വരുന്നത്. 1974 സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് സ്ഥാപിതമായതിന് ആ സമയങ്ങളിൽ കേന്ദ്ര ഓഫീസ് മാത്രമാണ് സംസ്ഥാനത്ത് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു 50 വർഷത്തിന് ശേഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 3 റീജിയണിൽ, അതായത് തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് 3 റീജിയനുകളിലും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് റീജിയണൽ ഓഫീസുകളും 14 ജില്ലകളിലായിട്ട് 16 ഡിസ്ട്രിക്ട് ഓഫീസുകളും നമുക്ക് സ്ഥാപിതമായിട്ടുണ്ട്. എറണാകുളത്താണ് അഡീഷണൽ ആയിട്ടുള്ള 2 ഡിസ്ട്രിക്ട് ഓഫീസ് വന്നിട്ടുള്ളത്. എറണാകുളത്ത് ആലുവ കേന്ദ്രീകരിച്ച് എടയാർ, ഏലൂർ ഇൻഡസ്ട്രിയൽ ഏരിയയോട് ഉള്ള മലിനീകരണ നിയന്ത്രണത്തിൻ്റെ കാര്യങ്ങൾ നോക്കുന്നതിനായിട്ട് ഒരു 24 hour സർവൈലൻസ് സെൻറ്റർ ഓഫീസും കൂടി ഫംഗ്ഷൻ ചെയ്ത് വരുന്നുണ്ട്. ഇത് ശരിക്കും 24/7 വർക്ക് തന്നെയാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ചെയ്യുന്നത്. ഏതൊരു സമയത്തും പൊല്യൂഷൻ കൺട്രോൾ ബോർഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസ് വരുന്ന സമയത്ത് ബോർഡിൻ്റെ ഓഫീസേഴ്സ് അതിനകത്ത് ഇൻ്റർവ്യൂ ചെയ്യുകയും വേണ്ട നിർദ്ദേശങ്ങളും സജഷൻസും പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് കൊടുത്തു വരികയും ചെയ്യുന്നുണ്ട്. പബ്ലിക്കിന് വേണ്ട എല്ലാ സപ്പോർട്ടുകളും ടെക്നിക്കൽ ആയിട്ടുള്ള അഡ്വൈസുകളും പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നൽകി വരുന്നുണ്ട്. അപ്പം 50 വർഷമൊക്കെ ആയ സമയത്തേക്ക് നമുക്ക് കുറച്ച് സ്റ്റാഫ് ഷോർട്ടേജൊക്കെ ഉണ്ടായിരുന്ന എല്ലാം ഇപ്പം പരിഹരിച്ച് വരികയും ഇപ്പം നമുക്ക് ആവശ്യത്തിനുള്ള സ്റ്റാഫുകൾ നമുക്കുണ്ട്. പല മേഖലകളിലും നമുക്ക് ഇൻ്റർവ്യൂ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ മാനുവലി ചെയ്തുകൊണ്ടിരുന്ന പല അനാലിസിസുകളും, അതായത് എയർ ക്വാളിറ്റിയും വാട്ടർ ക്വാളിറ്റിയും നോയ്സ് ഇങ്ങനെയൊക്കെയുള്ള മോണിറ്ററിങ്ങിനൊക്കെ നമ്മൾ നേരത്തെ മാനുവലി ചെയ്തുകൊണ്ടിരുന്നത് നമ്മളിപ്പോൾ അത് ഡിജിറ്റലൈസ് ചെയ്തിട്ടുള്ള രീതിയിലാണ്. അതുപോലെ ഓൺലൈൻ മോണിറ്ററിംഗ് സിസ്റ്റം, റിയൽ ടൈം മോണിറ്ററിംഗ് സിസ്റ്റം, ഈ ലെവലിലോട്ടൊക്കെ അഡ്വാൻസ് ചെയ്ത് വരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നേരത്തെ ഈ അപേക്ഷകൾ എയർ, വാട്ടർ അല്ലെങ്കിൽ എൻവയറൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ അപേക്ഷകൾ ഫിസിക്കൽ പേപ്പർ വഴി തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അതിപ്പോൾ ഇലക്ട്രോണിക് മീഡിയയിലോട്ട് വന്നിട്ടുണ്ട്, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലോട്ട് വന്നിട്ടുണ്ട്. പേപ്പർലെസ് ഓഫീസ് ആക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇലക്ട്രോണിക് ഫയലുകളാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഇപ്പം ഈ എല്ലാ ഓഫീസുകളിലും നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടുവരുന്നത്. ഇതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലും ബോർഡ് അതിൻ്റെ എല്ലാ റീഫോംസുകളും കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഈ ഇലക്ട്രോണിക് മീഡിയയിലോട്ട് വരുമ്പോഴത്തേന് നിയമപരമായിട്ടുള്ള കേസുകൾ ഒരുപാട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ ഈ മലിനീകരണ നിയന്ത്രണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസ് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് അതെല്ലാം ഡിജിറ്റലൈസ് ചെയ്തതിന് ശേഷം എല്ലാം നമുക്ക് ഓൺലൈൻ സിസ്റ്റത്തിൽ കൂടി തന്നെ കേസിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്താൽ തന്നെ അതിൻ്റെ എന്നാണ് അതിൻ്റെ കേസ് പോസ്റ്റിങ്, റിപ്പോർട്ട് ഫയൽ ചെയ്തു, അങ്ങനത്തെയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ചെയ്യാനായിട്ട് ഇപ്പം നമുക്ക് സാധിക്കുന്നുണ്ട്. വ്യവസായ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ പരിസ്ഥിതി സംരക്ഷണം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് വ്യവസായങ്ങൾക്ക് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതി നിയമം മൂലം നിർബന്ധമാക്കിയിട്ടുള്ളത്. ഓരോ വ്യവസായത്തെയും അതിന്റെ മലിനീകരണ സാധ്യത കണക്കിലെടുത്ത് വൈറ്റ്, ഗ്രീൻ, ഓറഞ്ച്, റെഡ് എന്നീ കാറ്റഗറികളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതും കാറ്റഗറിയുടെയും സ്മോൾ, മീഡിയം, ലാർജ് എന്ന പ്രകാരം അവയുടെ സ്കെയിലിൻ്റെയും അടിസ്ഥാനത്തിൽ ദൂരപരിധിയും മലിനീകരണ നിയന്ത്രണത്തിനുള്ള മറ്റ് മാനദണ്ഡങ്ങളും ഉൾപ്പെടുത്തി നിബന്ധനാ വിധേയമായാണ് ബോർഡ് അനുമതികൾ നൽകുന്നത്. ബോർഡ് രൂപീകരിച്ച് 50 വർഷം തികയുന്ന ഈ വേളയിൽ പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. വളരെയധികം സങ്കീർണമായ ഭൂപ്രകൃതിയാണ് നമുക്കുള്ളത്. ഏകദേശം 40% ഹൈലാൻഡ്, 40% മിഡ്ലാൻഡ്, 15% ലോലാൻഡ് ഏരിയ. ജനസാന്ദ്രത, നഗരവൽക്കരണം, ഗ്ലോബലൈസേഷൻ, കൺസ്യൂമറിസം എന്നിവ മാലിന്യത്തിൻ്റെ അളവ് വളരെയധികം കൂട്ടുന്നു. ജലസ്രോതസ്സുകളുടെ ആധിക്യവും ഉയർന്ന ഭൂജല നിരപ്പും നമ്മുടെ ജലവായു ഗുണനിലവാരത്തെ സാരമായി ബാധിക്കുന്നുണ്ട്. കേരളത്തിലെ ജലവായു ഗുണനിലവാര നിർണയത്തിനായി 363 ജലഗുണനിലവാര സ്റ്റേഷനുകളും 33 വായു ഗുണനിലവാര സ്റ്റേഷനുകളുമാണ് ഉള്ളത്. ഇപ്രകാരം നിർണ്ണയിക്കുന്ന വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനായി ഇൻ്റഗ്രേറ്റഡ് വെബ് പോർട്ടലും ബോർഡ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്രകാരം തയ്യാറാക്കിയ അനാലിസിസ് റിപ്പോർട്ട് പ്രകാരം ബാധിത പ്രദേശങ്ങൾ കണ്ടുപിടിച്ച് അവിടെ മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളും ബോർഡ് സ്വീകരിച്ചു വരുന്നു. 2018 ബഹുമാനപ്പെട്ട ദേശീയ ഹരിത ട്രിബ്യൂണൽ കേരളത്തിൽ 21 മലിനപ്പെട്ട നദീഭാഗങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത്. മറ്റു വകുപ്പുകളുമായി ചേർന്ന് ആവിഷ്കരിച്ച കർമ്മ പദ്ധതികൾ നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായി മലിനപ്പെട്ട നദീഭാഗങ്ങൾ 18 എണ്ണമായി കുറയ്ക്കാൻ ബോർഡിന് സാധിച്ചിട്ടുണ്ട്.
ബാക്ടീരിയകൾ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ആർജിക്കുന്നതാണ് നാം നേരിടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം. ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് നിർണ്ണയിക്കുന്നതിനായി ബോർഡിൻ്റെ കേന്ദ്ര ലബോറട്ടറിയിൽ ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ലബോറട്ടറി സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കൂടാതെ മറ്റ് എമർജൻറ്റ് പൊല്യൂട്ടൻസും നിർണ്ണയിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ബോർഡിൻ്റെ സെൻട്രൽ ലബോറട്ടറിയിൽ നിലവിലുണ്ട്. ബോർഡിൻ്റെ എല്ലാ ലബോറട്ടറികളും NABL അക്രഡിറ്റേഷൻ എടുക്കുന്നതിനുള്ള നടപടികളും ബോർഡ് സ്വീകരിച്ചു വരുന്നു. ഖരമാലിന്യമാണ് നാം അഭിമുഖീകരിക്കുന്ന മറ്റു പ്രശ്നം. തദ്ദേശ വകുപ്പുമായി ചേർന്ന് സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ ബോർഡ് നിരന്തരം ശ്രമിച്ചു വരുന്നു. വേർതിരിച്ച മാലിന്യം അംഗീകൃത ഏജൻസികളിൽ എത്തുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിനായി ഓൺലൈൻ ട്രാക്കിംഗ് മെക്കാനിസവും ഇന്ത്യയിൽ ആദ്യമായി കേരള ബോർഡ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. എക്സ്റ്റൻഡർ പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായി പ്ലാസ്റ്റിക്, ടയർ, ബാറ്ററി, പ്ലാസ്റ്റിക് ബദൽ ഉൽപ്പന്നങ്ങൾ എന്നിവ നിർമ്മിക്കുന്നതിനുള്ള വ്യവസായശാലകൾ നമ്മുടെ സംസ്ഥാനത്ത് സ്ഥാപിക്കുന്നതിനുള്ള സാധ്യതകൾ ഏറെയാണ്. കൂടാതെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെ ഭാഗമായി വ്യവസായശാലകൾക്ക് ബോർഡിൻ്റെ അനുമതി പത്രം എത്രയും പെട്ടെന്ന് നൽകുന്നതിനുള്ള നടപടികളും ബോർഡ് സ്വീകരിച്ചു വരുന്നുണ്ട്. നമ്മുടെ നിലനിൽപ്പിന് ആവശ്യമായ ശുദ്ധമായ ജലം, വായു, മണ്ണ് എന്നിവ നേരിടുന്ന പ്രശ്നങ്ങൾ സമയാസമയം മനസ്സിലാക്കി അതിനെ പ്രതിരോധിക്കുന്ന പ്രവർത്തനങ്ങളിൽ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ജലഗുണനിലവാരം വിലയിരുത്തുന്നതിനുള്ള വിവിധ ഘടകങ്ങളായ pH, ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, സസ്പെൻഡഡ് സോളിഡ്സ്, ആൽക്കലൈനിറ്റി, ആസിഡിറ്റി, ഹാർഡ്നസ് മുതലായവയും വായുമലിനീകരണം വിലയിരുത്തുന്നതിന് പർട്ടിക്കുലേറ്റ് മാറ്റർ PM10, PM2.5, വാതകങ്ങളായ സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡുകൾ മുതലായവയടക്കം 35-ൽ അധികം ഘടകങ്ങൾ അളന്ന് തിട്ടപ്പെടുത്തുന്നതിനുള്ള പരിശോധനകൾ നടത്തുവാൻ ബോർഡിൻ്റെ ജില്ലാ ലബോറട്ടറികളിൽ സൗകര്യമുണ്ട്. നോയ്സ് ലെവൽ അളക്കുന്നതിനുള്ള ഉപകരണവും ജില്ലാ ലബോറട്ടറികളിൽ ലഭ്യമാണ്. മണ്ണ്, സ്ലഡ്ജ്, ജലം, വായു എന്നിവയിലെ ഹെവി മെറ്റൽസ്, കീടനാശിനികൾ, മറ്റ് അപകടകരമായ മാലിന്യങ്ങൾ എന്നിവയടക്കം 100ഓളം ഘടകങ്ങൾ നിർണ്ണയിക്കുന്നതിന് ആവശ്യമായ അത്യാധുനിക ഉപകരണങ്ങളായ ഫ്ലെയിം ഫോട്ടോമീറ്റർ, അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പ്, ഗ്യാസ് ക്രോമാറ്റോഗ്രഫി, മാസ് സ്പെക്ട്രോമെട്രി, ഹൈ പെർഫോമൻസ് ലിക്വിഡ് ക്രോമാറ്റോഗ്രഫി, ഇൻഡക്റ്റീവ്ലി കപ്പിൾഡ് പ്ലാസ്മ ഒപ്റ്റിക്കൽ എമിഷൻ സ്പെക്ട്രോസ്കോപ്പി മുതലായ ഉപകരണങ്ങൾ കേന്ദ്ര ലബോറട്ടറിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസിന് കാരണമാകുന്ന ആൻറ്റിബയോട്ടിക് റെസിഡ്യൂവിൻ്റെ സാന്നിധ്യം മണ്ണ്, ജല സാമ്പിളുകളിൽ പരിശോധിക്കുന്നതിനുള്ള പ്രത്യേക AMR ലബോറട്ടറിയും കേന്ദ്ര ലബോറട്ടറിയിൽ പ്രവർത്തനക്ഷമമാണ്. ഇവ കൂടാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മാലിന്യ സംസ്കരണ സംവിധാനങ്ങളുടെ പര്യാപ്തത ഉറപ്പുവരുത്തുക, സർക്കാരിനും മറ്റു വകുപ്പുകൾക്കും
പരിസ്ഥിതി വിഷയങ്ങളിൽ വേണ്ട സാങ്കേതിക ഉപദേശം നൽകുക, വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്നുള്ള എഫ്ലുവൻ്റ്, എമിഷൻ എന്നിവയിലെ വിവിധ ഘടകങ്ങൾ നിശ്ചിത പരിധിക്കുള്ളിലാണോ എന്ന് പരിശോധിച്ച് ഏതെങ്കിലും ഘടകം പരിധിയിൽ കവിയുന്ന പക്ഷം സ്ഥാപനത്തെ കൊണ്ട് പരിഹാര നടപടികൾ സ്വീകരിപ്പിക്കുക, പരിസ്ഥിതി മലിനീകരണം സംബന്ധിച്ച പരാതികളിൽ നടപടികൾ സ്വീകരിക്കുക, പൊതുജനങ്ങൾക്കായി അവബോധ പരിപാടികൾ സംഘടിപ്പിക്കുക മുതലായവയും ബോർഡിൻ്റെ പ്രധാന ചുമതലകളാണ്. കർശനമായ ഇടപെടലുകളിലൂടെ സംസ്ഥാനത്തെ വ്യാവസായിക മലിനീകരണം ഏറെക്കുറെ കാര്യക്ഷമമായി നിയന്ത്രണത്തിലാക്കാൻ ബോർഡിന് സാധിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ അന്തരീക്ഷ വായു ഗുണനിലവാര സൂചിക അഥവാ എയർ ക്വാളിറ്റി ഇൻഡെക്സ് സാറ്റിസ്ഫാക്ടറി, ഗുഡ് എന്നീ നിലകളിലാണ്. അന്തരീക്ഷ വായു ഗുണനിലവാരം അളക്കാൻ ബോർഡിന് എല്ലാ ജില്ലകളിലും മോണിറ്ററിംഗ് സ്റ്റേഷനുകൾ ഉണ്ട്. 14 ജില്ലകളിൽ ആയി നാഷണൽ ആംബിയന്റ് എയർ ക്വാളിറ്റി മോണിറ്ററിംഗ് പ്രോഗ്രാമിന് കീഴിൽ 33, സ്റ്റേറ്റ് ആംബിയന്റ് എയർ ക്വാളിറ്റി മോണിറ്ററിംഗ് പ്രോഗ്രാമിന് കീഴിൽ 6 മാനുവൽ മോണിറ്ററിംഗ് സ്റ്റേഷനുകളും 6 ജില്ലകളിലായി 9 കണ്ടിന്യൂസ് ആംബിയന്റ് എയർ ക്വാളിറ്റി മോണിറ്ററിംഗ് സ്റ്റേഷനുകളും ഉണ്ട്. ഇവ കൂടാതെ തിരുവനന്തപുരം, എറണാകുളം ജില്ലകളിൽ ഓരോ കണ്ടിന്യൂസ് ആംബിയന്റ് നോയ്സ് മോണിറ്ററിംഗ് സ്റ്റേഷനുകളും, കരമന, മേത്താനം, പാതാളം എന്നിവിടങ്ങളിൽ റിയൽ ടൈം വാട്ടർ ക്വാളിറ്റി മോണിറ്ററിംഗ് സ്റ്റേഷനുകളും ഉണ്ട്. ഈ സ്റ്റേഷനുകളിൽ ഡിജിറ്റലായി മോണിറ്റർ ചെയ്യുന്ന വിവരങ്ങൾ തത്സമയം പ്രദർശിപ്പിക്കുവാനും സംവിധാനമുണ്ട്. സംസ്ഥാനത്തെ 44 നദികളിലെയും കൂടാതെ 17 കായലുകൾ, 3 കനാലുകൾ എന്നിവയുടെയും ടാപ്പ് വാട്ടർ, ബോട്ടിൽ വാട്ടർ എന്നിവയുടെയും ഗുണനിലവാരം എല്ലാ മാസവും ബോർഡ് പരിശോധിച്ചു വരുന്നു. ഇവ കൂടാതെ ശബരിമല ഉത്സവം, ആറ്റുകാൽ പൊങ്കാല, ഗണേശോത്സവം, ദീപാവലി മുതലായ ഉത്സവകാലങ്ങളിൽ സ്പെഷ്യൽ മോണിറ്ററിംഗും ബോർഡ് നടത്തിവരുന്നു. ബോർഡിൻ്റെ ഓഫീസുകളിൽ 24/7 സർവിലൻസ് സംവിധാനം നിലവിലുണ്ട്. പരിസ്ഥിതി സംരക്ഷണത്തിൽ ബോർഡ് നേരിടുന്ന വെല്ലുവിളികൾ ബഹുമുഖമാണ്. സംസ്ഥാനത്തിൻ്റെ ഉയർന്ന ജനസാന്ദ്രത മൂലം ഖരമാലിന്യ സംസ്കരണം ഉറവിടത്തിൽ തന്നെ നടത്തുന്നതിന് നിലവിൽ പ്രായോഗിക ബുദ്ധിമുട്ട് നേരിട്ടുവരുന്നു. എന്നാൽ പൊതുമാലിന്യ സംസ്കരണ സംവിധാനങ്ങളുടെ അപര്യാപ്തതയും ഇവയ്ക്കുള്ള പുതിയ സംവിധാനങ്ങൾ ക്രമീകരിക്കുന്നതിന് സ്ഥലം ഏറ്റെടുക്കുന്നതിൽ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എതിർപ്പുകളും വെല്ലുവിളിയായി തുടരുന്നു. കേരളത്തിൽ മലിനീകരണം സംബന്ധിച്ച പരാതികളിൽ അധികവും വീടുകളിലും സ്ഥാപനങ്ങളിലും ഖരമാലിന്യങ്ങൾ കത്തിക്കുന്നതും ഗാർഹിക മലിനജലം ശാസ്ത്രീയമായി സംസ്കരിക്കാത്തതുമൂലം ജലാശയങ്ങൾ മലിനീകരിക്കപ്പെടുന്നതും സംബന്ധിച്ചാണ്. ബോർഡ് നടത്തുന്ന ജലഗുണനിലവാര നിർണയ പരിശോധനകളിലും ജലാശയങ്ങളിൽ ഗാർഹിക മാലിന്യം കലരുന്നത് മൂലമുള്ള മലിനീകരണത്തെ സൂചിപ്പിക്കുന്ന ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം എന്നിവയാണ് കണ്ടെത്തിയിട്ടുള്ളത്. വ്യവസായ വാണിജ്യ സ്ഥാപനങ്ങൾക്ക് എതിരെ ലഭിക്കുന്ന പരാതികൾ ജലമലിനീകരണം, വായുമലിനീകരണം, ശബ്ദമലിനീകരണം എന്നിവ സംബന്ധിച്ചുള്ളവയാണ്. റെസിഡൻഷ്യൽ, കൊമേഴ്ഷ്യൽ, ഇൻഡസ്ട്രിയൽ, സൈലന്റ് എന്നിങ്ങനെ പ്രത്യേക മേഖലകൾ സർക്കാർ നോട്ടിഫൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിൽ ഓരോന്നിലും മറ്റു വിഭാഗത്തിൽ ഉൾപ്പെട്ട ഒക്കുപെൻസിയും ഇടകലർന്നു വരുന്നതാണ് ശബ്ദമലിനീകരണ പ്രശ്നത്തിന്റെ പ്രധാന കാരണം. വികസനവും പരിസ്ഥിതി സംരക്ഷണവും പരസ്പര പൂരകമായ ഘടകങ്ങളായി വർത്തിച്ചാൽ മാത്രമേ നാടിന്റെ സുസ്ഥിര വികസനം അഥവാ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സാധ്യമാവുകയുള്ളൂ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്, ബിസിനസ് റീഫോം ആക്ഷൻ പ്ലാൻ
ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് മുതലായവ വഴി വിഭാവനം ചെയ്യുന്നത് സുസ്ഥിര വികസനമാണ്. നാടിന്റെ സാമ്പത്തിക വളർച്ച ഉറപ്പാക്കിയാൽ മാത്രമേ മെച്ചപ്പെട്ട മാലിന്യ സംസ്കരണ സംവിധാനങ്ങളും അടിസ്ഥാന സൗകര്യ വികസനവും സാധ്യമാവുകയുള്ളൂ. ഇതിനായി വ്യവസായ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി അനുമതികൾ ലഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ലഘൂകരിക്കുന്നതിനും സുതാര്യമായും വേഗത്തിലും അപേക്ഷകൾ തീർപ്പാക്കുന്നതിനുമായി വിവിധ സർക്കാർ വകുപ്പുകളിൽ ഈ സേവനം നിർബന്ധമാക്കുകയുണ്ടായി. സംസ്ഥാനത്ത് ഈ സേവനം ഏറ്റവും ആദ്യം നടപ്പിലാക്കിയ സ്ഥാപനങ്ങളിൽ ഒന്ന് കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡാണ്. ബോർഡിന്റെ വിവിധ ക്ലിയറൻസുകൾ, പരാതി പരിഹാര സംവിധാനം എന്നിവ 2014 മുതൽ ഓൺലൈനാണ്. അപേക്ഷകളുടെ തരം, അനുമതി സംബന്ധിച്ച മാനദണ്ഡങ്ങൾ, ഫീസ് മുതലായ വിശദാംശങ്ങൾ, തീർപ്പാക്കിയ അപേക്ഷകളുടെ വിവരങ്ങൾ ഇവയെല്ലാം തന്നെ സംരംഭകർക്കായി ബോർഡിന്റെ വെബ്സൈറ്റിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. കൂടാതെ സംരംഭകരുടെ അപേക്ഷകൾ ഫയൽ ചെയ്യുന്നതിൽ സഹായിക്കുന്നതിനായി ബോർഡിന്റെ എല്ലാ ജില്ലാ ഓഫീസുകളിലും കിയോസ്ക്, ഹെൽപ്പ് ഡെസ്ക് എന്നിവ സജ്ജീകരിച്ചിട്ടുണ്ട്. വെബ്സൈറ്റ് സംബന്ധിച്ച സാങ്കേതിക സഹായങ്ങൾക്ക് ബോർഡിന്റെ കേന്ദ്ര ഓഫീസിൽ സപ്പോർട്ട് സെന്റർ പ്രവർത്തിക്കുന്നു. ചെറുകിട ഗ്രീൻ കാറ്റഗറി സംരംഭങ്ങൾക്ക് സെൽഫ് സർട്ടിഫിക്കേഷൻ അടിസ്ഥാനപ്പെടുത്തി ബോർഡിന്റെ അനുമതികൾ ലഭ്യമാക്കുന്നുണ്ട്. മുൻകാലങ്ങളിൽ വാട്ടർ ആക്ട്, എയർ ആക്ട് എന്നിവയ്ക്ക് കീഴിൽ പ്രത്യേകം അനുമതികൾ ആവശ്യമായിരുന്നു. എന്നാൽ നിലവിൽ വാട്ടർ ആക്ട്, എയർ ആക്ട്, എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് എന്നിവയ്ക്ക് കീഴിൽ ഏകീകൃത അനുമതിക്കായി ഇന്റഗ്രേറ്റഡ് കൺസെന്റ് ആണ് ബോർഡ് നൽകുന്നത്. ഇന്റഗ്രേറ്റഡ് കൺസെന്റ് ടു എസ്റ്റാബ്ലിഷ് അഥവാ സ്ഥാപനാനുമതി ലഭിച്ച സംരംഭങ്ങൾക്ക് മെഷീനറികൾ സ്ഥാപിച്ച് ട്രയൽ റൺ വരെ നടത്തുന്നതിന് ഈ ഒരു അനുമതി മതിയാകും. ആയതിനു ശേഷമുള്ള പ്രവർത്തനത്തിനായി ഇന്റഗ്രേറ്റഡ് കൺസെന്റ് ഓപ്പറേറ്റ് അഥവാ പ്രവർത്തന അനുമതി ആവശ്യമാണ്. ബോർഡ് അനുമതികളെല്ലാം തന്നെ നിബന്ധനാ വിധേയമാണ്. അനുമതികളിലെ നിബന്ധനകൾ കർശനമായി പാലിച്ച് പ്രവർത്തിക്കുന്ന പക്ഷം മലിനീകരണം ഒഴിവാക്കി പരിസ്ഥിതി ഗുണനിലവാരം തൃപ്തികരമായി നിലനിർത്താൻ സാധിക്കുന്നതാണ്. ആദ്യകാലത്ത് മറ്റ് നിയമലംഘനങ്ങൾക്ക് കേസുകൾ ഫയൽ ചെയ്തിരുന്ന കോടതികളെ തന്നെയായിരുന്നു പരിസ്ഥിതി വിഷയങ്ങളിലുള്ള പെറ്റീഷനുകളുമായി പൊതുജനങ്ങൾ ആശ്രയിച്ചിരുന്നത്. പരിസ്ഥിതി നിയമങ്ങളുടെ ലംഘനം ക്രിമിനൽ കുറ്റകൃത്യം ആകയാൽ ഇതിനെതിരെ കേസ് ഫയൽ ചെയ്യേണ്ടത് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തുടങ്ങി മുകളിലേക്കുള്ള കോടതികൾ മുൻപാകെ ആയിരിക്കണം എന്നാണ് നിയമം അനുശാസിക്കുന്നത്. പരിസ്ഥിതി വിഷയങ്ങളിലെ കോടതി വ്യവഹാരങ്ങൾക്കുള്ള കാലതാമസം ഒഴിവാക്കേണ്ടതിനാലും ഇത്തരം കേസുകൾ തീർപ്പാക്കുന്നതിന് പരിസ്ഥിതി വിദഗ്ധരുടെ സഹായം ആവശ്യമായതിനാലും 2010 ദേശീയ ഹരിത ട്രിബ്യൂണൽ ആക്ട് പ്രകാരം വിവിധ ഹരിത ട്രിബ്യൂണലുകൾ നിലവിൽ വരികയുണ്ടായി. ബഹുമാനപ്പെട്ട ഹരിത ട്രിബ്യൂണൽ ഉത്തരവുകൾ പ്രകാരം സംസ്ഥാനത്തിന്റെ പരിസ്ഥിതി സംരക്ഷണത്തിനായി സ്റ്റേറ്റ് എൻവയോൺമെന്റ് പ്ലാൻ, അന്തരീക്ഷ വായു ഗുണനിലവാരം ഉറപ്പാക്കുന്നതിനുള്ള സ്റ്റേറ്റ് ആക്ഷൻ പ്ലാൻ, പൊല്യൂട്ടഡ് റിവർ സ്ട്രക്ചേഴ്സായി കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് കണ്ടെത്തിയ 21 റിവർ സ്ട്രക്ചർ പുനരുജ്ജീവിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ എന്നിവയും ബോർഡ് അംഗമായ കമ്മിറ്റികൾ തയ്യാറാക്കി നടപ്പിലാക്കി വരുന്നു. നിലവിൽ പൊല്യൂട്ടഡ് റിവർ സ്ട്രക്ചേഴ്സിന്റെ എണ്ണം 21 നിന്നും 18 കുറഞ്ഞിട്ടുണ്ട്. ഇതിൽ തന്നെ നിലവിൽ പ്രയോറിറ്റി 1, 2 ഗണത്തിൽ വരുന്നതായ മലിനീകരണം അധികമായ സ്ട്രക്ചറുകൾ ഒന്നുപോലുമില്ല എന്ന സ്ഥിതിയിലേക്ക് എത്തിക്കുവാനും കേരളത്തിന് സാധിച്ചിട്ടുണ്ട് എന്നത് ആശാവഹമാണ്. നിലവിലെ പരിസ്ഥിതി നിയമങ്ങളും കോടതി ട്രിബ്യൂണൽ ഉത്തരവുകളും പ്രകാരം നിയമം ലംഘിച്ചു പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നതിനും കുറ്റക്കാർക്കെതിരെ കേസ് ഫയൽ ചെയ്യുന്നതിനും എൻവയോൺമെന്റൽ കോമ്പൻസേഷൻ ചുമത്തുന്നതിനും ബോർഡിന് അധികാരമുണ്ട്. എന്നാൽ പെനാൽറ്റി ചുമത്തുന്നതിന് കോടതി മുഖാന്തരം മാത്രമേ സാധ്യമായിരുന്നുള്ളൂ. കേന്ദ്ര സർക്കാർ 2023-24 വർഷങ്ങളിലായി വിജ്ഞാപനം ചെയ്ത ജലനിയമം, വായു നിയമം, പരിസ്ഥിതി സംരക്ഷണ നിയമം എന്നിവയുടെ അമെൻമെന്റുകൾ വഴി അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസർക്ക് തന്നെ പെനാൽറ്റി ചുമത്തുന്നതിന് അധികാരമുണ്ടാകുന്നതാണ്. ബോർഡിന്റെ സാങ്കേതിക ഉപദേശത്തോടെ
കേരളത്തിലെ ചില തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മാലിന്യ സംസ്കരണത്തിൽ മാതൃകാപരമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. വേനൽക്കാലത്ത് തീപിടുത്തമടക്കമുണ്ടായ കൊച്ചി കോർപ്പറേഷനിലെ ബ്രഹ്മപുരത്ത് നിലവിൽ ബയോമൈനിംഗ് പുരോഗമിച്ചു വരുന്നു. ബയോമൈനിങ്ങിലൂടെ പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ളതും തരംതിരിക്കാത്തവയുമായ ലെഗസി മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ഇനോക്കുലം തളിച്ച് സ്റ്റെബിലൈസ് ചെയ്ത് യന്ത്രസഹായത്തോടെ അതിലെ വിവിധ ഘടകങ്ങളായ കല്ല്, മണ്ണ്, ലോഹ കഷണങ്ങൾ, ചില്ല്, റബ്ബർ, പ്ലാസ്റ്റിക് മുതലായവ തരംതിരിച്ചു മാറ്റി അവയിൽ പുനരുപയോഗയോഗ്യമായവ റീസൈക്കിൾ ചെയ്ത് ബാക്കി വരുന്ന മണ്ണ് ലാൻഡ് ഫില്ലിംഗ് നടത്തുകയും റീക്ലീൻ ചെയ്ത സ്ഥലത്ത് അനുയോജ്യമായ സസ്യലതാദികൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് കൊല്ലം കോർപ്പറേഷനിലെ കുരീപ്പുഴ ചണ്ടി ഡിപ്പോയുടെ ഇന്നത്തെ കാഴ്ചയാണ്. (2022) തുടക്കം വരെ ലെഗസി മാലിന്യം ഏതാണ്ട് ഒരു 3 നില കെട്ടിടത്തിനേക്കാൾ ഉയരമുള്ള വമ്പൻ കൂനകളായി കൂടിക്കിടന്ന ഈ സ്ഥലത്ത് ഇന്ന് മഞ്ഞയും ഓറഞ്ചും ബന്ദിപ്പൂക്കൾ നിറപുഞ്ചിരി തൂകുന്നു. ഇത് കുരീപ്പുഴയിലെ തന്നെ പണി പൂർത്തിയായി വരുന്ന കോമൺ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ആണ്. സീവർ കണക്ഷൻ കൂടി പൂർത്തിയായാൽ അഷ്ടമുടി കായലിനും മണിച്ചിത്തോടിനുമൊക്കെ ശാപമോക്ഷമാകും. പ്രകൃതി വിഭവങ്ങളും ശുദ്ധവായുവും കുടിവെള്ളവും എല്ലാം നമ്മൾ വരും തലമുറയിൽ നിന്നും കടം കൊണ്ടവയാണ്. അവയ്ക്ക് കോട്ടം തട്ടാതെ ഭാവി തലമുറയെ തിരിച്ചേൽപ്പിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കർത്തവ്യമാണ്.